കറിയാച്ചന്റെ മക്കളുടെ എണ്ണ എടുത്തപ്പോ നീ എന്നെ അങ്ങ് വിട്ടുകളഞ്ഞു. നിന്നെ പോലെ രക്തബന്ധത്തിന്റെ വില അറിയാത്തവരല്ലടാ കാഞ്ഞിരപ്പള്ളി കുടുംബക്കാർ. അത് നീ മറക്കണ്ട. നീ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പച്ചമ്മ, 8 കൊല്ലം മുമ്പ് നിന്റെ മനസ്സ് കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോടാ. നിന്നെ തിരിച്ചു വിളിക്കണമെന്ന് ഞാൻ പലവട്ടം ആശിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്കതിന് കഴിഞ്ഞില്ല. ആഗ്രഹമില്ലാഞ്ഞോണ്ടല്ല, നിന്നെ നേരിടാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നില്ല മോനെ. കല്ലൂക്കാരന്മാരുടെ കയ്യിൽ നിന്ന് എന്റെ ജീവൻ രക്ഷിക്കാൻ അവസാനം നീ തന്നെ വന്നു. അപ്പച്ചൻ ഇങ്ങനെയൊന്നും പറയരുത്. കഴിഞ്ഞതെല്ലാം മറക്കണം. എന്നെ ലാളിച്ചു വളർത്തിയ അപ്പച്ചനെ ഒരു പെണ്ണിന്റെ പേര് തള്ളിപ്പറഞ്ഞവനാണ് ഞാൻ. പക്ഷേ അവളെ ഉപേക്ഷിക്കാനും എനിക്ക് കഴിഞ്ഞില്ല. വാക്കു പാലിക്കാൻ കഴിയാത്തൊരു മകൻ കാഞ്ഞിരപ്പള്ളിക്കറിയാച്ചനുണ്ടാകരുതെന്നും കരുതി. നിങ്ങൾ ഈ പഴങ്കഥകളൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയാതെ എങ്ങനെങ്കിലും എന്റെ മക്കളെ ഇറക്കിക്കൊണ്ട് വരാൻ നോക്ക്. അതിനുള്ള പേപ്പേഴ്സ് എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ടമ്മേ. നാളെ കോടതിയിൽ നിന്ന് അവർക്ക് ജാമ്യം കിട്ടും. കേസിന്റെ മറ്റു കാര്യങ്ങൾ ഗോവിന്ദമേനോനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മോനെ, അതിനു മുമ്പ് എനിക്ക് എന്റെ കൊച്ചുമോളെ ഒന്ന് കാണണം. അവളും ഒരു വല്യപ്പച്ചനെ കാണാനായിട്ട് കാത്തിരിക്കുക. എന്തോ 2 വർത്താനം അവൾക്കും പറയാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഇച്ചായം വെറുതെ ഇരിക്കുമെന്ന് കരുതിയോടാ. എന്താടാ ഇത്? കുട്ടപ്പായുടെ കാശിന്റെ ബലം കൊണ്ട് ഒരു ദിവസം വൈകി ഇറങ്ങാൻ അത്രയല്ലേ ഉള്ളൂ. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വാടാ. എന്റെ മക്കളെ, അല്ല, നമ്മളിങ്ങനെ ഇവിടെ നിന്നാ മതിയോ? അകത്തേക്ക് കയറണ്ടേ? വാ ആ മക്കളെ, കഴിക്കാൻ വല്ലോണ്ട് കരുത്തിയാരെ? നല്ല വിശപ്പ്. ഊണ് കഴിക്കാം. ഒരുപാട് കറിയൊന്നുമില്ല കേട്ടോ. കുറച്ച് ഉണക്കമീൻ ഇരിപ്പുണ്ട്, അത് വറക്കാം. ആ ഉണക്കമീൻ ഉണ്ടെങ്കിൽ പിന്നെ എന്റെ മോന് വേറെ കറി ഒന്നും വേണ്ട. ദേവിജയം പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പൊ എന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലേ? പിന്നെ ചെറുപ്പത്തിലെ അമ്മച്ചോട് പണിക്ക് കിഴക്കയിലെ നാണിപ്പണിക്ക് ഇത്ര മുല കുടിച്ച കാര്യമല്ലേ? അങ്കിൾ, ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റോ? ആ, ഒരു ചീഫ് ഗസ്റ്റ്. അതാരാ ഞങ്ങൾ അറിയാത്ത ഒരു ചീഫ് ഗസ്റ്റ്? പറയട്ടെ പപ്പ? വേണ്ട വേണ്ട വേണ്ട. ആരാ ചോദിച്ചേ? അത് പറയത്തില്ല, സസ്പെൻസ് ആണ്. പറ, ആരാ? പറയാ നീ. എന്നാ നേരിട്ട് പരിചയപ്പെടുത്താം. വാ. ആ സണ്ണി, ആ കുട്ടപ്പായുടെ അനിയന്മാര് ഇവളെ കൊല്ലാൻ ആളയച്ചതാ. ഏതോ ഒരു അജ്ഞാതന്റെ ഫോൺ സന്ദേശം വന്നുകൊണ്ട് എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. അവർ രണ്ടാളും കൂടി ഇരുന്ന് കൊച്ചു വർത്താൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങൾ അങ്ങ് പോയേക്കാം. എടാ, ഒറ്റയ്ക്ക് അങ്ങനെ ഇരുന്ന് പറയാൻ സമയമായിട്ടില്ല. അതൊക്കെ ആ താലിച്ചേടൊന്നങ്ങ് വീണിട്ട്.
ആ ബേബിച്ച വാ ഇരിക്ക്. താങ്ക് യു. കേട്ടോടോ, മുടിയനായ പുത്രന്റെ ഒരു കഥയില്ലേ ബൈബിളില്, അതുപോലെ ഒരുത്തൻ ഇപ്പൊ കോലഞ്ചേരിയിലും എത്തിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കോലഞ്ചേരിക്ക് കെട്ടി ഏക്കർ കിടക്കിന് ഭൂമിയും വളച്ചെടുത്ത് ഒരു നാട്ടുകാരി പെണ്ണിനെയും കല്യാണം കഴിച്ചപ്പോ മുടിയനായ പുത്രന്റെ തന്തയ്ക്ക് വാരി വിളയ്ക്കാൻ തുടങ്ങി. എന്നിട്ടിപ്പോ എന്നതാ പറ്റിയേ? പൊന്നാരപ്പങ്ങളുടെ നല്ല സ്വഭാവം കാരണം മനസ്സമ്മതവും മുടങ്ങി ഇപ്പൊ വീട്ടിലിരിപ്പാ. പട്ടിക്കഴിവരുടെ മാനെ, കൊച്ചന്മാരുടെ മതാലസ ക്ലബുകളിലും നക്ഷത്ര ഹോട്ടലിലും കിടന്ന് കുടിച്ചു കൂത്താടി തുണി പറിച്ച് ആടിയിട്ട് കണ്ട കുഞ്ചായന്മാരുടെയൊക്കെ കിടക്കയും പൊളച്ചിട്ട് വരുന്ന ഈ ഇരിക്കുന്ന നിന്റെ ഭാര്യ കൂത്തിച്ചയെ പോലെയാണ് മറ്റുള്ള പെമ്പിളേരും നീ കരുതിയോടാ. പോക്കിർത്തരം പറയുന്നോടാ നിന്നെ ഞാൻ. ഓ നൊന്തു. പരിശുദ്ധ വത്സമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ കുട്ടപ്പായ്ക്ക് നൊന്തു. ഇത്രയും ആക്കവും തൂക്കമുള്ളവൻ ഒരുത്തം വീട്ടിലിരുന്നിട്ട് കണ്ടവന്റെ നെഞ്ചിലെ ചൂട് കൊണ്ടാലേ നിന്റെ ഭാര്യയ്ക്ക് ഉറക്കം വരുവുള്ളൂ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാടാന്നാറി. ഉണക്കമീൻ പൗലോസിന്റെ മകൾ എന്നാടി ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയത്? ഇരിക്കടി കാഞ്ഞിരപ്പള്ളി കുടുംബത്തിലെ ഓരെണ്ണത്തിന് ഇനി എന്തെങ്കിലും പോറലേറ്റാൽ ഓരൊറ്റ കഴിവേറിയുടെയും കഴുത്തിന് മേൽ തല കാണത്തില്ല. കാഞ്ഞിരപ്പള്ളി കറിയാച്ചന്റെ മകൻ ബേബിച്ചനാടായി പറയണവർ. വാ ബേബിച്ച, ചീഞ്ഞവനെ തൊട്ടവനെ നടത്തുള്ളൂ. വാ. പറയിപ്പിച്ച് അടങ്ങുള്ളെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്നാ ശരിയായി. ഇനി അവന്മാരെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. മുടിയനായ പുത്രനെന്നും പറഞ്ഞ് അടിച്ചിറക്കി കുടുംബത്തിൽ നിന്ന് വിട്ട ആ ബേബിയും കൂടെ തിരിച്ചു കയറിയപ്പോ കറിയാക്കി രണ്ടെല്ലാം കൂടിയത്. ഇനി അവന്മാരെ ബാക്കി വെച്ചാ നമ്മളെല്ലാം പള്ളിയിൽ ചെന്ന് അന്ത്യകൂതാശ കൈക്കൊണ്ടാച്ചാ മാത്രം മതി. നാളെ രാവിലെ അവന്മാരുടെ പുതിയ ഓട്ടോമൊബൈൽ കടയുടെ ഉദ്ഘാടനമാ. നമുക്കൊരു സ്നേഹോപകാരം കൊടുത്താലോ? നാളെ അവന്മാരെ എല്ലാത്തിനെയും ഒന്നിച്ചു കിട്ടുന്ന ഒരു ദിവസമാ. ഉദ്ഘാടന മുഹൂർത്തത്തിൽ കറിയാക്കും മക്കൾക്കും നമ്മുടെ വക ഒരു സമ്മാനം. പത്രത്തിൽ വെണ്ടക്കായിൽ വാർത്തയും വരും. കോലഞ്ചേരിയിലെ പ്രമുഖ വ്യവസായി കാഞ്ഞിരപ്പള്ളി കറിയാച്ചനും മക്കളും ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. 4 വലിയ റീത്തിനെ വിളിച്ച് പറയടാ. അതിൽ കല്ലൂക്കാരന്റെ പേര് മിന്നി തിളങ്ങണം. അല്ല, നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ? ഓ വല്ലാത്തൊരു നീർവീഴ്ച. പള്ളി പോകാതിരിക്കാനുള്ള കള്ളം. രാവിലെ പള്ളി പോയി നല്ല മനസ്സോടെ ഉദ്ഘാടനത്തിന് പോകണമെന്നുള്ള വിചാരമൊന്നുമില്ല. നീ വേഗം പോയിട്ട് വാ. മുഹൂർത്ത സമയത്ത് മാത്രം അവിടെ ചെന്നാ പോരാ. ബേബിച്ചെന്തേടി? അപ്പനും മോക്കും ഇനിയും നേരം വെളുത്തിട്ടില്ല. അതെങ്ങനെയാ? ഈ അപ്പന്റെ അല്ലേ മോനെ? പള്ളി പോകാനുള്ള മടിയാ. ഉറങ്ങട്ടെ. എടാ എന്തപ്പാ, നേരെ ഒരുപാടായി, വണ്ടി എടുക്ക്. വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് അമ്പച്ചി. നീ ആ ഗ്ലാസ് ഒന്ന് അഴിച്ചു മാറ്റേ. ഗ്ലാസ് അഴിച്ചു മാറ്റാനോ? അതല്ലടാ, നിന്റെ ആ കണ്ണിലിരിക്കുന്ന കുന്തം അഴിച്ചിട്ട് കാര്യമില്ല, വണ്ടിക്കാണ് കംപ്ലൈന്റ്. നീ കൊറേ നേരം എന്ത് കിടന്ന് പണിയുന്നു? ഞാൻ പണിയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. പക്ഷെ വേറെ ആരും ഇതിൽ പണിതട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ, അമ്മച്ച ജീപ്പി കൊണ്ടാക്കിട്ട് വാ. ശരിയേ, നമ്മളെ പുതിയ കടയുടെ ഐശ്വര്യത്തിനും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണ്ടേ. കളിയാക്കണ്ട. എന്റെ ഒരുത്തിയുടെ പ്രാർത്ഥനയുടെ ഫലമായി കാണുന്നത് മുഴുവൻ നിങ്ങൾക്കൊക്കെ അടിയും പിടിയും കുസ്തി മാത്രമല്ലേ ഉള്ളൂ. ഹലോ അച്ഛേ, ചതിച്ചു. എന്നതാടാ? ആ ജീപ്പ് തള്ളയാ പള്ളി പോയിരിക്കുന്നത്. അവരുടെ അവിടെ നിന്ന് പള്ളിയിലേക്ക് ഏറിയാൽ 1.5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. വീട്ടിൽ തിരിച്ചെത്തുമ്പോ 1.5-3 കിലോമീറ്റർ അല്ലേ ആകത്തോടാ. തള്ള സുഖമായിട്ട് വീട്ടിൽ ചെന്നിട്ട് അവന്മാര് വണ്ടിയും കൊണ്ട് ഉദ്ഘാടിക്കാൻ പോകുമ്പോഴേ ബാമ്പ് പൊട്ടത്തോളടാ.
എടാ അന്തപ്പാ, നമുക്ക് ആ കരിമ്പോലിയിലെ കുഞ്ഞുവറിയതിനെ ഒന്ന് കണ്ടിട്ട് പോകാം. ഇന്നോ നാളെയോ എന്നും പറഞ്ഞ് കിടക്കുക. ആ വിളക്ക് ഇതുവരെ ഊതിയില്ലേ? ചുമ്മാ നീ വേണ്ടാത്തൊന്നും പറയാതെ വണ്ടി എടുക്ക്. ശരിയാ, പോയേക്കാം. ചിലപ്പോ ഇത് കാണാൻ പറ്റില്ലെങ്കിലാ അല്ലേ? മുരളി, ഇവിടത്തെ ജീപ്പിൽ കുട്ടപ്പായി ബോംബ് വെച്ചിട്ടുണ്ട്. സത്യം വേണം. സത്യം, അമ്മച്ചി പോയത് ആ ജീപ്പിലാ. അപ്പച്ചാ, വണ്ടി കേറ്. ഒന്ന് വേഗം വിടടാ. നമ്മുടെ വേവിച്ചിനൊക്കെ ഇല്ലേ വരുന്നത്? ആണോ? വണ്ടി നിർത്തടാ.
വേണ്ട